ഹായ്, ഡി എൽഡിൻ്റെ 2020 സീരീസിൻ്റെ അടുത്തൊരു പാർട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ്സ് ഇൻ സൈക്കോളജി, അതായത് കുട്ടികളെക്കുറിച്ച് പഠിക്കാനായിട്ട് മനഃശാസ്ത്രത്തിൽ ചില പ്രധാനപ്പെട്ട ഉപാധികളെ സ്വീകരിക്കാറുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം കുറേയൊക്കെ അല്ലേ. കേസ് സ്റ്റഡി, അതുപോലെ തന്നെ അനക്ഡോട്ടൽ റെക്കോർഡ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്, സഞ്ചിത രേഖ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ ഇൻ്റർവ്യൂ മെത്തേഡ് ഉണ്ട്, സർവേ മെത്തേഡ് ഉണ്ട്. ഇതെല്ലാം എന്താണ്, ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. മത്സര പരീക്ഷകളിലും അതുപോലെ തന്നെ നിങ്ങളുടെ പബ്ലിക് എക്സാമിനും ഒരുപോലെ ഉപകാരപ്രദമാവുന്ന ഒരു ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. MCQ ടൈപ്പ് കേറ്ററ്റിൻ്റെ ആയാലും LPUPയുടെ ഒക്കെ ആയാലും ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. കേറ്ററ്റിലൊക്കെ റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റ്യൻ വരുന്നൊരു മേഖല കൂടിയാണ് മെത്തേഡ്സ് ഇൻ സൈക്കോളജി എന്ന് പറയുന്നത്. അവിടെ ഒന്നാമത്തെ പഠിക്കാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ അഥവാ ആത്മനിഷ്ഠാരീതി എന്നാണ് അതിന് മലയാളത്തിൽ പറയാം. ഇംഗ്ലീഷിൽ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും, മലയാളത്തിൽ ആത്മനിഷ്ഠാരീതി എന്ന് പറയും. നമ്മുടെ വില്യം വൂണ്ടും എഡ്വേർഡ് ടീച്ച്നറും, രണ്ട് പേരുടെ പേരവിടെ നോട്ട് ചെയ്യണം. വില്യം വൂണ്ടും എഡ്വേർഡ് ടീച്ച്നറുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും. പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വില്യം വൂണ്ട് തന്നെയാണ് ഈ ആത്മനിഷ്ഠാരീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ എന്ന ഈ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇൻട്രോസ്പെക്ഷൻ എന്നതിൽ രണ്ട് വാക്കുകളുണ്ടെന്ന് കാണാൻ പറ്റും. ഇൻട്രോ, സ്പേസേഴ്സ് എന്നീ രണ്ട് വാക്കുകളിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇൻട്രോ എന്ന വാക്കിൻ്റെ അർത്ഥം ഇൻവേർഡ് അല്ലെങ്കിൽ വിത്തിൻ എന്നും, സ്പേസേഴ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം ടു ലുക്ക് അറ്റ് എന്നുമാണ്. അതായത് ഒരാൾ സ്വന്തമായിട്ട് ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ, സ്വന്തം മാനസിക പ്രക്രിയകളെ മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതാണ് ഇൻട്രോസ്പെക്ഷൻ, ആത്മനിഷ്ഠാരീതി എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണിത്. ഇതിന് ഒരുപാട് പോരായ്മകളുണ്ട്. കാരണം എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാനത് എന്തുകൊണ്ട് ദേഷ്യം വന്നൊന്നും വിലയിരുത്തൽ അത്രത്തോളം പ്രായോഗികമാണോ? അല്ല. അപ്പോൾ അതിന് പോരായ്മകളുണ്ടെങ്കിൽ പോലും ഇതാണ് ആദ്യമായിട്ടൊരു മെത്തേഡായിട്ട് ഈ മനഃശാസ്ത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഓഫ് സെർച്ചിങ് വൺസ് ഫീലിംഗ് ഓർ തോട്ട്സ്. ഒരാളുടെ സ്വന്തം ഫീലിങ്സും ചിന്തകളും സ്വയം വിലയിരുത്താൻ ശ്രമിക്കുന്നതിനെയാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കലിനെയാണ് ഇതിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, ആത്മനിഷ്ഠാരീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഈ രീതിയിൽ ഒരാൾ സ്വന്തം മാനസിക അവസ്ഥയെയും മാനസിക പ്രതിഭാസങ്ങളെയും മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് വിവരിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്തെല്ലാമാണ് വിശകലനം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾക്ക് അവിടെ നോക്കാം. ചിന്തകൾ, വികാരങ്ങൾ, ഉത്കണ്ഠകൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ തുടങ്ങിയവയാണ് മാനസിക പ്രതിഭാസങ്ങൾ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരാൾ സ്വന്തം മനസ്സിലേക്ക് നോക്കിക്കൊണ്ട് അയാളുടെ ചിന്തകളും വികാരങ്ങളും ഉത്കണ്ഠകളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ സ്വയം വിലയിരുത്താൻ ശ്രമിക്കുന്ന രീതി, അതാണ് ആത്മനിഷ്ഠാരീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വില്യം വൂണ്ടും എഡ്വേർഡ് ടീച്ച്നറുമാണ് ഈ രീതിയുടെ പ്രമുഖ വക്താക്കൾ. ഈ രീതി ആദ്യമായി ഉപയോഗിച്ചത് വില്യം വൂണ്ടാണെങ്കിലും ഇതിനെ കുറച്ചുകൂടി ശാസ്ത്രീയമാക്കിയതും കൃത്യത വരുത്തിയതും എഡ്വേർഡ് ടീച്ച്നറാണ്. കൂടുതൽ പ്രചാരം നൽകിയത് എഡ്വേർഡ് ടീച്ച്നറാണ്. അപ്പോൾ വില്യം വൂണ്ട് തുടക്കം ആരംഭിച്ച ആരാണ് ഈ ഇൻട്രോസ്പെക്ഷൻ? അത് വില്യം വൂണ്ടാണ്. കൂടുതൽ സയൻറ്റിഫിക് ആക്കി അതിനെ മാറ്റുന്ന ആരാണ്? അത് എഡ്വേർഡ് ടീച്ച്നറാണ്. ഈ രണ്ട് പേരുകൾ അതിനകത്ത് പഠിച്ചു വെച്ചേക്കണം. എന്താണ് ഇൻട്രോസ്പെക്ഷൻ, ആത്മനിഷ്ഠ രീതി എന്നുള്ളതും മനസ്സിലാക്കി വെച്ചേക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയമാണ്. ഇനി അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം. 1879 വർഷം വരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ആയിട്ട് ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ ലിപ്സിഗിൽ ആദ്യത്തെ മനഃശാസ്ത്ര ലാബോറട്ടറി സ്ഥാപിച്ചത് വില്യം വൂണ്ടാണ്. 1879 ജർമ്മനിയിലെ ലിപ്സിഗിൽ ആദ്യത്തെ മനഃശാസ്ത്ര ലാബോറട്ടറി സ്ഥാപിക്കുന്നതും വില്യം വൂണ്ടാണ്. അദ്ദേഹം തന്നെയാണ് പരീക്ഷണ രീതിക്ക് പ്രചാരം നേടിക്കൊടുത്തതും. ഇമ്പോർട്ടൻ്റ് ആണ്. ജർമ്മനിയിലെ ലിപ്സിഗ് ആ സ്ഥലവും ആ വർഷവും 1879 എന്നുള്ള വർഷവും ഓർത്തിരിക്കണം. ആദ്യത്തെ മനഃശാസ്ത്ര ലാബോറട്ടറി സ്ഥാപിച്ചത് വില്യം വൂണ്ടാണ്. പരീക്ഷണ മനഃശാസ്ത്രത്തിന് പ്രചാരം നേടിക്കൊടുത്ത് ഇദ്ദേഹത്തെ പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് വിളിക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്തിരിക്കുക. എത്ര ക്വസ്റ്റ്യൻ അവിടെ കിടക്കണമെന്നറിയോ? പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് വില്യം വൂണ്ട്. അതുപോലെ തന്നെ ആത്മനിഷ്ഠാരീതി തുടക്കം കുറിച്ചത് വില്യം വൂണ്ട്. ജർമ്മനിയിലെ ലിപ്സിഗിൽ ആദ്യത്തെ മനഃശാസ്ത്ര ലാബോറട്ടറി സ്ഥാപിച്ചത് വില്യം വൂണ്ട്. ആദ്യത്തെ മനഃശാസ്ത്ര ലാബോറട്ടറി ഏത് വർഷമാണ് സ്ഥാപിച്ചത്? 1879. എത്രയോ ചോദ്യങ്ങളാണ് അവിടെ കൂടി കടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നിരീക്ഷണ രീതിയാണ് അടുത്തത്. സ്വഭാവ പഠനത്തിൻ്റെ ആദ്യകാല രീതിയാണ് നിരീക്ഷണ രീതി, ഒബ്സർവേഷൻ എന്ന് പറയുന്നത്.
ഇതിലൊരു വ്യക്തിയുടെ വ്യവഹാരത്തെ തത്സമയം തന്നെ നേരിട്ട് നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഒബ്സർവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരാളുടെ വ്യവഹാരത്തെ തത്സമയം നിരീക്ഷിക്കുന്നതിനെയാണ് ഒബ്സർവേഷൻ രീതിയിൽ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ആധുനിക കാലത്ത് നിരീക്ഷണത്തിന് ഉപയോഗിക്കാവുന്ന ഒട്ടേറെ ശാസ്ത്രീയ ഉപകരണങ്ങൾ ലഭ്യമാണ്. വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി ഗ്രൂപ്പ് അവരെ അറിയാതെ നിരീക്ഷിക്കുകയാണെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ അഥവാ പരോക്ഷ നിരീക്ഷണം എന്ന് പറയും. അപ്പം നിരീക്ഷണം എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഉണ്ട് അല്ലേ, നമ്മുടെയൊക്കെ നാടുകളിലുണ്ട്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിരീക്ഷണം നടത്താറുണ്ട്, ഒബ്സർവേഷൻ നടത്താറുണ്ട്. പക്ഷേ അതിനെ കുറച്ചുകൂടി ശാസ്ത്രീയമായ രീതിയിലാണ് സൈക്കോളജിയിൽ പിന്നീട് ഉപയോഗിക്കുന്നത്. ഈ നിരീക്ഷണ രീതി തന്നെ 2 രീതിയുണ്ട്. ഒന്ന് പരോക്ഷ നിരീക്ഷണവും രണ്ടാമത്തത് ഭാഗഭാഗിത്വ നിരീക്ഷണവും. അതായത് ഒരാൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് അയാൾ അറിയുന്നില്ല. അപ്പം നമ്മളൊരു ടീമിലുള്ള കുട്ടികളെ നിരീക്ഷിക്കുകയാണ്, അവരറിയുന്നില്ല നമ്മൾ നിരീക്ഷിക്കുന്ന കാര്യം. എന്നാൽ ആ ടീമിനകത്ത് ഭാഗമായിക്കൊണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട്, അതായത് നിരീക്ഷിക്കുന്ന ആൾ കൂടി നിരീക്ഷണ വിധേയമാകുന്നവർക്കൊപ്പം നിന്ന് നിരീക്ഷിക്കുമ്പോൾ അത് ഭാഗഭാഗിത്വ നിരീക്ഷണം, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പരോക്ഷ നിരീക്ഷണവും ഭാഗഭാഗിത്വ നിരീക്ഷണവുമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള 2 മെത്തേഡ്സ് എന്ന് ഓർത്തോണം. ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാവുന്നതാണ്. നിരീക്ഷണം ഫലപ്രദമാകാനായിട്ട് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളായിട്ടുള്ള ക്യാമറ, ടേപ്പ്, അതിന് വേണ്ടിയിട്ടുള്ള ടേബിൾസ്, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. കൃത്യമായ ഉപയോഗം, നിരീക്ഷകൻ്റെ മികച്ച വൈദഗ്ധ്യം, വസ്തുനിഷ്ഠാപരമായിട്ടുള്ള സമീപനം, ഇതൊക്കെ ഇതിനകത്ത് ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ശേഖരിക്കപ്പെടുന്ന വിവരങ്ങളുടെ ഉയർന്ന വിശ്വാസ്യത നിരീക്ഷണ രീതിയുടെ മേന്മയാണെങ്കിലും യോഗ്യതയുള്ള നിരീക്ഷകരുടെ കുറവും നിരീക്ഷക പക്ഷപാതിത്വവും വിവരങ്ങളുടെ ശേഖീകരണ വൈഷമ്യവും പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എങ്കിലും ക്ലാസ് മുറിയിൽ പല സന്ദർഭങ്ങളിലും ഈ രീതി സഹായകമാണ്. അപ്പോൾ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കാൻ നല്ലതാണ്. എന്നാൽ പോലും നിരീക്ഷിക്കപ്പെടുന്ന ആൾക്ക് അതിനുള്ള കഴിവില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാർഷ്യാലിറ്റിയോടുകൂടിയാണ് നിരീക്ഷിക്കുന്നതെങ്കിലൊക്കെ, അല്ലെങ്കിൽ ഇത് രേഖപ്പെടുത്തുന്നതിലൊന്നും കൃത്യത ഇല്ലാതെ പോവുകയാണെങ്കിൽ ഇത് നെഗറ്റീവായിട്ട് മാറാനും ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത മെത്തേഡ്, നിരീക്ഷണം കഴിഞ്ഞു അടുത്ത അഭിമുഖമാണ്, ഇൻ്റർവ്യൂ ആണ്. അഭിമുഖം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി 2 അതിലധികമോ വ്യക്തികൾ മുഖാമുഖമായോ അല്ലാതെയോ നടത്തുന്ന സംഭാഷണമാണ് അഭിമുഖം. അപ്പോൾ 1 2 അല്ല അതിൽ കൂടുതലോ ആൾക്കാരുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഭിമുഖം നടത്താൻ പറ്റും. അപ്പോൾ അഭിമുഖം നടത്തുമ്പോൾ നമ്മൾ വ്യവഹാരം അല്ലെങ്കിൽ ബിഹേവിയറിൻ്റെ വിവിധ തലങ്ങൾ കണ്ടെത്താനും വ്യക്തമായ ഉത്തരത്തിലേക്ക് നയിക്കുവാനും ചോദക ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് രൂപപ്പെടുത്താനുമുള്ള ആ അഭിമുഖകാരൻ്റെ കഴിവിനെ ആശ്രയിച്ചാണ് അഭിമുഖത്തിൻ്റെ വിജയം. ഒരു ഇൻ്റർവ്യൂ, എല്ലാവർക്കും ഇൻ്റർവ്യൂ നന്നായിട്ട് നടത്താൻ പറ്റും. ഇൻ്റർവ്യൂ നന്നായിട്ട് നടത്തണമെങ്കിൽ നല്ല പ്ലാൻഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്ത് നല്ല പ്ലാൻഡ് ആയിട്ട് അവരിലേക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് എടുക്കണം. അപ്പോൾ അതാണ് അഭിമുഖം. പൊതുവായിട്ട് 2 തരത്തിലുണ്ടെന്ന് മനസ്സിലാക്കുക. സുഘടിതമല്ലാത്തത്, സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും. 2 കാര്യങ്ങളുണ്ട്. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ഉണ്ട്. അതായത് കൃത്യമായിട്ടുള്ള പ്ലാനിൽ സ്ട്രക്ചേർഡായിട്ട് പ്ലാൻ ചെയ്ത് ഒരു കാര്യത്തെ ചെയ്യുന്നതും, അതുപോലെ തന്നെ സുസംഘടിതമല്ലാതെ പ്ലാൻ ഇല്ലാതെ ചെയ്യുന്നതും. വളരെ സിമ്പിളല്ലേ? എല്ലാ ക്വസ്റ്റ്യൻസും പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പാകത്തിന് ക്വസ്റ്റ്യൻസ് എല്ലാം പ്ലാൻ ചെയ്താണ് ഒരു ഇൻ്റർവ്യൂവിന് ഒരാൾ വരുന്നത്. ഞാൻ നേരെ നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ വെച്ച് ചോദിക്കുന്നു, അതിൻ്റെ ഉത്തരം എടുക്കുന്നു, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു, അങ്ങനെ പോകുന്നതാണ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ. അൺസ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും? ഒരു പ്ലാനും ഇല്ല, നമ്മൾ 2 വന്നിരിക്കുന്നു, എന്നിട്ടോ എനിക്ക് ആ മൊമെൻറ്റിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നത്. അതാണ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇനിയും ഉണ്ട് കേട്ടോ. ഇനിയും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മിഡിലായിട്ടുള്ള സാധനമുണ്ട്. അതായത് ഭാഗികമായിട്ട് പ്ലാൻ ചെയ്തു വരുന്ന ഇൻ്റർവ്യൂസും ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. എന്നാലും വേണ്ട സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താവുന്ന രീതിയിലുള്ളതും ഉണ്ട്. അപ്പം ഞാനത് ക്വസ്റ്റ്യനിലൂടെ കാണിച്ചു തരാം നിങ്ങളെ. MCQ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിന് മുമ്പ് പ്രീവിയസ് ഇയർ കേറ്ററ്റുകൾക്കും LP-UPക്കും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കുട്ടിയുടെ യഥാർത്ഥ പ്രശ്നം കണ്ടെത്താൻ നടത്തുന്ന അഭിമുഖം ഏതാണ്? സർവേ അഭിമുഖമാണോ, നിദാന നിർണ്ണയ അഭിമുഖമാണോ, കൗൺസിലിംഗ് അഭിമുഖമാണോ, ചികിത്സോന്മുഖ അഭിമുഖമാണോ? സർവേ, നിദാന നിർണ്ണയം എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ഇൻ്റർവ്യൂ ആണ് കേട്ടോ. കൗൺസിലിംഗ് അഭിമുഖമുണ്ട്, ചികിത്സോന്മുഖ അഭിമുഖം എന്ന് പറഞ്ഞാൽ തെറാപ്യൂട്ടിക് ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇതിലേതാണ് കുട്ടിയുടെ യഥാർത്ഥ പ്രശ്നം കണ്ടെത്താൻ നടത്തുന്ന അഭിമുഖം എന്ന് പറയുന്നത്? അതിൽ ഡയഗ്നോസ്റ്റിക് ഇൻ്റർവ്യൂ ആണ്, നിദാന നിർണ്ണയമാണ് അവിടുത്തെ ആൻസറായിട്ട് ആൻസർ കീയിൽ ആ വർഷം പരീക്ഷാഭവൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സർവേയിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. പക്ഷേ അതൊരു പ്രശ്നം കണ്ടെത്താൻ എന്ന് പറയുമ്പോൾ എടുത്ത് യോജിക്കുമ്പോൾ അതിനേക്കാൾ മോസ്റ്റ് സ്യൂട്ടബിളിൻ്റെ ആൻസറിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് വരും. കൗൺസിലിംഗ് അഭിമുഖം എന്ന് പറയുമ്പോൾ പ്രശ്നം കണ്ടെത്തുകയും അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും അതിനെ വിലയിരുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ മൊത്തത്തിൽ നടക്കുന്നുണ്ട്. ചികിത്സോന്മുഖം എന്ന് പറഞ്ഞാൽ ക്ലിനിക്കലായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ടാണ് അത് നടത്തുന്നത്. ഇവിടെ എന്തായാലും നിദാന നിർണ്ണയ അഭിമുഖം, ഡയഗ്നോസ്റ്റിക് ഇൻ്റർവ്യൂ എന്നുള്ളതാണ് ആൻസറായിട്ട് അവിടെ വന്നിരിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും.
ഇനി അതിനകത്ത് ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് നമുക്ക് നോക്കിപ്പോവാം. സർവേ എന്തിനാ? സർവേ അഭിമുഖം എന്ന് പറയുമ്പോൾ പൊതുവായ വിവരങ്ങൾ ശേഖരിക്കാനാണ്. വലിയൊരു ജനസംഖ്യയിൽ നിന്നുള്ള അഭിപ്രായങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അവരുടെ ശീലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കാനായിട്ട് വലിയൊരു ജനസംഖ്യക്കിടയിൽ നടത്തുന്നതാണ് സർവേ അഭിമുഖം എന്ന് പറയുന്നത്. ഒരു സ്കൂളിലെ കുട്ടികളുടെ പഠനശീലങ്ങളെക്കുറിച്ചും അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നത് സർവേ അഭിമുഖത്തിന് എക്സാമ്പിളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് സർവേ അഭിമുഖങ്ങൾ നമ്മൾ സൊസൈറ്റിയിൽ ഇറങ്ങി നടത്താറുണ്ട്. നിദാന നിർണയ അഭിമുഖം, ഡയഗ്നോസ്റ്റിക് ഇൻ്റർവ്യൂ ആണ് അടുത്ത്. അതായത് കുട്ടിയുടെ യഥാർത്ഥ മാനസിക പ്രശ്നം കണ്ടെത്തുക, അതാണ് നിദാന നിർണയ അഭിമുഖത്തിൻ്റെ ഉദ്ദേശം. ഒരു രോഗം, മാനസികാവസ്ഥ അല്ലെങ്കിൽ അപ്രകൃത പെരുമാറ്റം നിർണ്ണയിക്കാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. കൗൺസിലിങ്ങിലേക്ക് വരുമ്പോൾ കുട്ടിക്ക് തൻ്റെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ സഹായിക്കുക, പ്രശ്ന പരിഹാരത്തിനായി കൂട്ടായമായി ചർച്ച ചെയ്യുക, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പരീക്ഷാ ഭീതിയുള്ള കുട്ടിക്ക് ആശ്വാസം നൽകാനുള്ള അതിൻ്റെ കാരണം തിരിച്ചറിയാനും നടത്തിയ അഭിമുഖം കൗൺസിലിംഗ് അഭിമുഖത്തിന് എക്സാമ്പിളാണ്. ഇനി ചികിത്സയുടെ ഭാഗമായ അഭിമുഖമാണ് ചികിത്സോന്മുഖ അഭിമുഖം. കുട്ടിയുടെ മാനസികാരോഗ്യത്തിൽ അനവധി അതായത് പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും അതിൻ്റെ ചികിത്സാഗതി നിശ്ചയിക്കുന്നതിനായി നടത്തുന്ന ആഴത്തിലുള്ള അഭിമുഖമാണ്. തീവ്രമായ മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികളുമായി നടത്തുന്ന നിർദ്ദേശപരമായ സംഭാഷണമൊക്കെ ഇത്തരത്തിൽ ചികിത്സോന്മുഖ അഭിമുഖത്തിന് എക്സാമ്പിളാണ്. ഇനി നിങ്ങൾ നേരത്തെ പഠിച്ച അഭിമുഖങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരാറുള്ളതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻസിലൂടെ ഇന്ന് കടന്നു പോകുന്നത്. ഇവിടെ ചോദ്യങ്ങൾ നേരത്തെ തയ്യാറാക്കി വേണ്ട മുന്നൊരുക്കത്തോടെ നടത്തുന്ന അഭിമുഖം ഏതായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രക്ചേർഡ് അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് അതിൻ്റെ മലയാളമാണ് ആസൂത്രിതമായിട്ടുള്ള അഭിമുഖം, ആസൂത്രിതമല്ലാത്ത അഭിമുഖം, അർദ്ധാസൂത്രിത അഭിമുഖം, ഇവയൊന്നുമല്ല. തീർച്ചയായിട്ടും എന്തായിരിക്കും? പ്ലാൻഡ് ആണെങ്കിൽ അത് ആസൂത്രിതമായിരിക്കും, ആസൂത്രിതമായ അഭിമുഖമാണ്. ആസൂത്രിതമല്ലാത്ത അഭിമുഖം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പ്ലാനിങ്ങും ഇല്ല. അർദ്ധാസൂത്രം എന്ന് പറയുമ്പോൾ കുറച്ച് പ്ലാനുണ്ട്, എന്നാൽ സാഹചര്യത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പാകത്തിനായിരിക്കും നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അതും അവിടെ വന്നിരിക്കുകയാണ്. ഇനി ആസൂത്രിതം എന്താ? ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി ഇരിക്കില്ല. ആസൂത്രിതമല്ലാത്തതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായ രീതിയിലാണ് സംഭാഷണം നടത്തുന്നത്. അർദ്ധാസൂത്രം ചില ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കാം, പക്ഷേ അത് അനുസരിച്ചിട്ടല്ല മുഴുവൻ അഭിമുഖവും നടക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി സർവേ രീതി. ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവ വിശേഷത്തെ പഠിക്കാൻ ഈ രീതി സഹായകരമാണ്. ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവ വിശേഷത്തെ പഠിക്കാൻ ഈ രീതി സഹായകമാണ്. ഏത് രീതിയാ? സർവേ രീതി. നിങ്ങൾ ആ സെൻറ്റൻസ് ഒന്ന് നോക്കിയോണേ. ആ ഡെഫിനിഷൻ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് സെൻറ്റൻസ് നോക്കിയോണേ. പരീക്ഷണ രീതിക്ക് പ്രായോഗികമല്ലാത്തിടത്ത് സർവേ രീതി തിരഞ്ഞെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. സ്വാഭാവിക സാഹചര്യങ്ങളിൽ വലിയൊരു ഗ്രൂപ്പിൽ നിന്നുമുള്ള വിവരശേഖരണമാണ് സർവേ. ആസൂത്രണം, സാമ്പിൾ തിരഞ്ഞെടുക്കൽ, വിവരശേഖരണം, വിവര വിശകലനം, നിഗമനങ്ങളിലെത്തൽ തുടങ്ങിയ വിവിധ ഘട്ടങ്ങൾ സർവേയിലുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവ സവിശേഷതകൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഏതാണ്? ക്ലിനിക്കലാണോ, അഭിമുഖമാണോ, സർവേ ആണോ, സാമൂഹ്യ ബന്ധ പരിശോധനയാണോ? പലരും തെറ്റിക്കും കേട്ടോ. ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവ സവിശേഷതകൾ പഠിക്കുന്നത് ചോദിക്കുമ്പോൾ അത് എന്തിൻ്റെ ഡെഫിനിഷനാണ്? അത് സർവേ രീതിയുടെ ഡെഫിനിഷനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. സാമൂഹിക ബന്ധ പരിശോധന എന്ന് പറയുമ്പോൾ എന്താ? അത് നമ്മൾ അടുത്ത് പഠിക്കാൻ പോവാണ്. സോഷ്യോമെട്രിക് ടെക്നിക് എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിലെ സാമൂഹ്യ ബന്ധത്തെക്കുറിച്ച് പഠിക്കലാണ്. ഒരു ക്ലാസ് മുറിയിലെ കുട്ടികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചൊക്കെ പഠിക്കലാണ് സാമൂഹ്യ ബന്ധ പരിശോധന, സോഷ്യോമെട്രിക് ടെക്നിക് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ രീതിയിലേക്കാണ് അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത്. മനോരോഗബാധിതരായവരുടെ രോഗനിർണയത്തിലും ചികിത്സയിലുമാണ് ഇത് അധികവും ഉപയോഗിക്കുക. ക്ലിനിക്കൽ പശ്ചാത്തലത്തിൽ വ്യക്തിയുടെ അസ്വാഭാവിക പ്രശ്നങ്ങൾ പഠിക്കുന്നു, കണ്ടെത്തുന്നു, വൈദ്യശാസ്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കുന്നു എന്നതാണ് ക്ലിനിക്കൽ രീതിയുടെ സവിശേഷത. ലെറ്റ്നർ വിറ്റ്മർ ആണ് ക്ലിനിക്കൽ മനഃശാസ്ത്രവും ക്ലിനിക്കൽ രീതിയും ആദ്യമായി അവതരിപ്പിച്ചത്. പിന്നീട് ഫ്രോയിഡ്, ആഡ്ലർ, യുങ് എന്നിവർ ഇത് ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പേരൊന്ന് ഓർത്തിരുന്നോണേ. വിറ്റ്മറിൻ്റെ പേര് ഓർത്തിരുന്നോണം. പിന്നീട് ഉപയോഗിച്ച ആൾക്കാരൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. വിറ്റ്മർ ക്വസ്റ്റനായിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ക്ലിനിക്കൽ രീതി എന്താണെന്ന് വളരെ സിമ്പിളാണ്. മനോരോഗപരമായിട്ടുള്ള ബാധിതരായിട്ടുള്ള രോഗികളുടെ നിർണ്ണയത്തിനും ചികിത്സയ്ക്കും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്ലിനിക്കൽ രീതി എന്ന് പറയുന്നത്. ദെൻ തൊട്ട് മുമ്പ് നമ്മൾ കണ്ട സാമൂഹിക ബന്ധ പരിശോധന, സോഷ്യോമെട്രിക് ടെക്നിക്, ഈ പേര് മറക്കണ്ട, ജോയൽ മൊറീനോ വികസിപ്പിച്ച സാമൂഹ്യ ബന്ധ പരിശോധന ഒരു ഗ്രൂപ്പിനുള്ളിലെ അംഗങ്ങളുടെ സാമൂഹ്യ ബന്ധത്തിൻ്റെ തോത് നിർണ്ണയിക്കാനും അയാളുടെ സ്വീകാര്യതയും അയാളോടുള്ള വിമുഖതയും എത്രമാത്രമെന്ന് പരിശോധിക്കാനുമുള്ള ഒരു മാർഗമാണ് ജോയൽ മൊറീനോ വികസിപ്പിച്ച സാമൂഹ്യ ബന്ധ പരിശോധന എന്ന് പറയുന്നത്. അംഗങ്ങളോട് വിവിധ സാഹചര്യങ്ങളിൽ അവരോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ പേരുകളും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ പേരുകളും നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുന്നു. ഈ വിവരങ്ങൾ അപഗ്രഥിച്ച് ആ ഗ്രൂപ്പിലെ സാമൂഹ്യ ബന്ധത്തിൻ്റെ സ്വഭാവം വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ടൂർ പോകുമ്പോൾ അടുത്തിരിക്കാൻ ആഗ്രഹമുള്ളത് ഏത് സുഹൃത്താണ് എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിയുമ്പോൾ അവർ ഉത്തരങ്ങൾ കൊടുക്കും. അതിൽ നിന്ന് നമ്മൾ 1, 2, 3 ഇപ്പോൾ ഒരു 30 പിള്ളേരുള്ള ക്ലാസ് ആണെങ്കിൽ 30 വരെ ക്രമനമ്പർ ഇട്ടിട്ട് നമ്മൾ അവരെ തമ്മിൽ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇതാണ് ജോയൽ മൊറീനോ, പേര് മറക്കണ്ട, ജോയൽ മൊറീനോ ഇൻട്രൊഡ്യൂസ് ചെയ്ത സോഷ്യോമെട്രിക് ടെക്നിക്കിൻ്റെ രീതി എന്ന് പറയുന്നത്.
ഇവിടെ കൂടുതൽ വ്യക്തികളാൽ നിർദ്ദേശിക്കപ്പെടുന്ന ആളുകളെ നമ്മൾ സ്റ്റാഴ്സ് അഥവാ താരങ്ങൾ എന്ന് വിളിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ, ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുന്നതാണ്. ജെൽ മൊറീനോ പറയുന്ന പ്രകാരം കൂടുതൽ പേരാൽ സ്വീകരിക്കപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ പേരാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളെ നമ്മൾ താരങ്ങൾ എന്ന് പറയും. ഇപ്പോൾ ക്രമ നമ്പർ വെച്ചിട്ട് ഇങ്ങനെ പടം വരച്ച് വയ്ക്കും. അതിനകത്ത് 3-ാമത്തെ നമ്പറും 10-ാമത്തെ നമ്പറും 8-ാമത്തെ നമ്പറും 5 എന്ന് പറയുന്ന ഒരാളെ സെലക്ട് ചെയ്തു. കണ്ടോ, അവനെ ഒരുപാട് പേര് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ആ ക്ലാസ്സിലെ സ്റ്റാർ ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഇവിടെ നോക്കൂ, 1ഉം 4ഉം പരസ്പരം അല്ലെ, 1 4-നെയും 4 1-നെയും തിരഞ്ഞെടുത്തു. അവർ ദ്വന്ദ്ങ്ങൾ അഥവാ ട്വിൻസ് എന്നാണ് അറിയപ്പെടുക. ഇത്തരക്കാരെ ദ്വന്ദ്ങ്ങൾ എന്നാണ് അറിയപ്പെടും, അല്ലെങ്കിൽ ട്വിൻസ് എന്നറിയപ്പെടും. അതേപോലെ ഇവിടെ നോക്കിയേ, 2 6-നെ സെലക്ട് ചെയ്തു, 6 9-നെ സെലക്ട് ചെയ്തു, 9 2-നെ തിരിച്ച് സെലക്ട് ചെയ്തു. അപ്പോൾ അവർ തമ്മിൽ ഒരു ട്രയാങ്കിൾ രൂപപ്പെട്ടു അല്ലേ. അവിടെ 3 പേര് പരസ്പരം ഇങ്ങനെ വന്നിരിക്കുന്ന സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുക, ക്ലിക്കുകൾ എന്ന് പറയുക. 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ ദ്വന്ദ്ങ്ങൾ, 3 പേര് ഇങ്ങനെ ചെയ്താൽ ക്ലിക്കുകളാണ്. പിന്നെ നമുക്ക് സ്റ്റാറിനെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിനകത്തെ കാര്യം എന്ന് പറയുന്നത്. അതുപോലെ വളരെ കൂടുതൽ അംഗങ്ങൾ ഒരു ചങ്ങല പോലെ, അതായത് കുറേ ആളുകൾ, 1 2 2ആണെങ്കിൽ 3-നെ, 3ആണെങ്കിൽ 4-നെ, 4ആണെങ്കിൽ 5-നെ, അല്ലെങ്കിൽ 5ആണെങ്കിൽ 6-നെ, അങ്ങനെ ആരും വേണമെങ്കിൽ ആയിക്കോട്ടെ. ഇങ്ങനെ ഒരുപാട് പേര് ചേർന്ന് ഒരു ചങ്ങല പോലെ വന്നു. 5 പിന്നെ അവസാനം 1-നെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു ചങ്ങല പോലെ രൂപപ്പെട്ടാൽ അവരെയാണ് നമ്മൾ ഗ്യാങ്ങുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റാർസ് ആരാണ്, ക്ലിക്ക് ആരാണ്, ട്വിൻസ് ആരാണ്, ഗ്യാങ് ആരാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ക്വസ്റ്റ്യൻ ആയിട്ട് ആവർത്തിക്കാറുണ്ട്. ആരെയും നിർദ്ദേശിക്കാതെയും ആരാലും നിർദ്ദേശിക്കപ്പെടാതെയും ഇരിക്കുന്നവർ ഏകാകികളാണ്. അതായത് ഒരാളാലും തിരഞ്ഞെടുക്കപ്പെടാതിരിക്കുന്ന കുട്ടിയെ നമുക്ക് എന്ത് വിളിക്കാം, ഐസൊലേറ്റഡ് എന്ന് വിളിക്കാം. ആ ക്ലാസ്സിൽ അവൻ ആരും ഫ്രണ്ട്സ് ഇല്ല, അവൻ ഐസൊലേറ്റഡ് ആണ്, ഏകാഗിയാണ്. മലയാളവും ഇംഗ്ലീഷും നോട്ട് ചെയ്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ്. ഇനി പ്രക്ഷേപണ രീതി, പ്രൊജക്റ്റീവ് മെത്തേഡ് നോക്കൂ. അസ്വാഭാവികമായ പെരുമാറ്റ സവിശേഷതകളുള്ള വ്യക്തികളുടെ സവിശേഷ സ്വഭാവത്തെയും അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും മനസ്സിലാക്കുന്നതിനും അപഗ്രഥിക്കുന്നതിനുമാണ് പ്രക്ഷേപണ രീതി ഉപയോഗപ്പെടുത്തുന്നത്. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ അടിച്ചമർത്തിയിട്ടിരിക്കുന്ന സാധനം പുറത്തേക്ക് കൊണ്ടുവരണം. നമ്മുടെ നാഗവല്ലിയുടെ ആ ഗംഗയിൽ നാഗവല്ലി ഉണ്ട്, ഉള്ളിൽ എന്തോ സാധനം കിടപ്പുണ്ട്. അതുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഡോക്ടർ സണ്ണി എന്ത് ചെയ്യും, കുറേ മാലയും അതുപോലെ ആ ചിലങ്കയൊക്കെ വെച്ചിട്ട് ഒന്ന് ഇളക്കി നോക്കും അല്ലേ. അത് വെച്ച് തർക്കിക്കുമ്പോഴത്തേക്കും ആ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന നാഗവല്ലിയുടെ ആറ്റിറ്റ്യൂഡ് ഗംഗയിലൂടെ പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും. അതാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രൊജക്റ്റീവ് ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഇൻപുട്സ് കൊടുത്തുകൊണ്ട് ഉള്ളിലിരിക്കുന്ന സാധനത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അതാണ് പ്രക്ഷേപണ രീതി. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഏതെല്ലാം രീതികൾ സൈക്കോളജിയിൽ അങ്ങനെ ഉണ്ട്? റോഷാക്ക് മഷിയൊപ്പ് പരീക്ഷ, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, പദസഹചരിത്വ പരീക്ഷ അഥവാ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, വാക്യപൂരണ പരീക്ഷ അഥവാ സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. റോഷാക്ക് മഷിയൊപ്പ് പരീക്ഷ, റോഷാക്ക് എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സിനിമയുണ്ട്, അതിൽ ആ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പേപ്പറിനകത്ത് ഇങ്ങനെ മഷിയൊക്കെ കുടഞ്ഞിട്ട് അതിൻ്റെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള സാധനമായിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് റോഷാക്ക് മഷിയൊപ്പ് പരീക്ഷ, ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്, ഓർത്തിരുന്നോണേ. ഇനി തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ഇങ്ങനെയും ചോദിക്കാം, TAT, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. എന്താ അത്? അതും പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. ഒരു തീം കൊടുത്തിട്ട് സ്റ്റോറി പോലെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സാധനം പുറത്തേക്ക് വരും. ദെൻ ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, CAT, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, CAT. എന്താ അത്? കുട്ടികളെക്കുറിച്ച് പഠിക്കാനായിട്ട് കുട്ടികൾക്ക് പ്രൊജക്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് CAT. എന്തെങ്കിലും തീമൊക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് സ്റ്റോറിയൊക്കെ ടെല് ചെയ്യും, അവരുടെ ഉള്ളിലിരിക്കുന്ന സാധനമായിരിക്കും അവർ പറയുന്നത്. പദസഹചരത്വ പരീക്ഷ, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന വാക്കുകൾ കൊടുത്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇതുപോലെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. വാക്യപൂരണ പരീക്ഷ, സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റും ഇതേപോലെ തന്നെ ഉള്ളിലിരിക്കുന്ന സാധനം പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള പ്രൊജക്റ്റീവ് മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഈ 5 എണ്ണത്തിൻ്റെ പേരൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു, അതും ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. അടുത്ത സാധനം നോക്കൂ, സഞ്ചിത രേഖ അഥവാ ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഇപ്പം തന്നെ ഓർത്തോണം, ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുട്ടിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും, A to Z കാര്യങ്ങൾ, അവൻ്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അവൻ്റെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ, അവൻ്റെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ, അവൻ്റെ അക്കാഡമിക് നിലവാരത്ത്, കോ കരിക്കുലർ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട്, അങ്ങനെ ഒരു കുട്ടിയുമായി സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ചു വയ്ക്കുന്നതാണ് സഞ്ചിത രേഖ അഥവാ ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കുവാനും ആദ്യകാലം മുതലുള്ള തുടർച്ചയായ സൂക്ഷ്മമായ വിവരങ്ങൾ അനിവാര്യമാണ്. ഈ രീതിയിൽ തുടർച്ചയായി വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന സമഗ്രമായ ഒരു റെക്കോർഡാണ് സഞ്ചിത രേഖ അഥവാ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. ക്യുമുലേറ്റീവ് റെക്കോർഡ്
കാര്യശേഷി, മാനസിക പക്വത, പഠന നേട്ടം, സാമൂഹിക ബോധം, മൂല്യബോധം, വൈകാരിക വികാസം, ആരോഗ്യസ്ഥിതി, പാഠ്യേതര താല്പര്യങ്ങൾ, സാമൂഹിക പശ്ചാത്തലം, മെച്ചപ്പെടൽ സാധ്യതകൾ തുടങ്ങിയ ഒട്ടേറെ വിവരങ്ങൾ ഇതിനകത്തുണ്ടാവും. A to Z കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടാവും. സഞ്ചിത രേഖ മാറിപ്പോലെ. ഇത് രണ്ടും എപ്പോഴും മാറിപ്പോകുന്ന അടുത്ത ആൾ ഉപാഖ്യാന രേഖ അഥവാ അനക്ഡോട്ടൽ റെക്കോർഡ്. ഒരു കുട്ടിയെ സംബന്ധിക്കുന്ന പ്രത്യേക കാര്യങ്ങൾ, സവിശേഷ സംഭവ വികാസങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതാണ് ഉപാഖ്യാന രേഖ. കുട്ടിയിലുണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങളും സവിശേഷ സംഭവങ്ങളും ഇത് നോട്ട് ചെയ്ത് വെച്ചോണം. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക. അവിചാരിതമായ പ്രതികരണങ്ങളും സവിശേഷ സംഭവങ്ങളും രേഖപ്പെടുത്തി വെക്കുന്ന റെക്കോർഡാണ് ഉപാഖ്യാന രേഖ എന്ന് പറയുന്നത്. ആകസ്മികമായ പ്രതികരണങ്ങളും സവിശേഷ സംഭവങ്ങളും അപ്പോൾ രേഖപ്പെടുത്തി വെക്കുന്ന കുട്ടിയുടെ വ്യക്തിത്വ സവിശേഷതകളിലേക്ക് വെളിച്ചം വീശുന്നു. പേര്, സംഭവവിവരണം, സംഭവവ്യാഖ്യാനം തുടങ്ങിയവ രേഖപ്പെടുത്താനുള്ള കോളങ്ങൾ ഈ റെക്കോർഡിൽ ഉണ്ടാകും. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു കുട്ടി മിടുക്കിയാണ്, ഡാൻസിനോട് അവൾക്ക് താല്പര്യമുണ്ട്, അവൾ നൃത്തം പഠിക്കാൻ താല്പര്യം കാണിച്ചു, നൃത്തം അധ്യാപികയുടെ അടുത്ത് പോയി, അവിടെ ഏറ്റവും മികച്ച സ്റ്റുഡൻ്റായിട്ട് അവൾ പഠിച്ചു വരുന്നു, അവൾ ആ സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം മേടിക്കുന്നു, അതിനുശേഷം സബ് ജില്ലാ കലോത്സവത്തിലും ജില്ലാ കലോത്സവത്തിലും സംസ്ഥാന കലോത്സവത്തിലും കലാതിലകമായി തിരഞ്ഞെടുക്കപ്പെടുന്നു, പിന്നീട് അവൾ സിനിമയിൽ അഭിനയിക്കുന്നു, നാഷണൽ അവാർഡ് മേടിക്കുന്നു. അവളെക്കുറിച്ച് സ്കൂളിലെ ഏത് രേഖയിലായിരിക്കും ഉണ്ടായിരിക്കുക? അവളുടെ നൃത്തത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, സവിശേഷ സംഭവങ്ങൾ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതെവിടെയായിരിക്കും? ഉപാഖ്യാന രേഖയിലായിരിക്കും. എന്നാൽ അവളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലോ അത് സഞ്ചിത രേഖയിലായിരിക്കും. മാറിപ്പോണ്ട, ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് ചെക്ക് ലിസ്റ്റ് ആണ്. വ്യക്തിത്വ സവിശേഷതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലളിതമായി ശേഖരിക്കുന്നതിനുള്ള ഉപാധിയാണ് ചെക്ക് ലിസ്റ്റ്. ഉണ്ടോ ഇല്ലയോ, യെസ് ഓർ നോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടിക്കിടും അല്ലേ? യെസ് ഓർ നോ എന്ന് പറഞ്ഞിട്ട് ടിക്കിടാറില്ലേ? ആ പരിപാടി തന്നെ. ഒരേ സമയത്ത് ഒന്നിലധികം പേരുടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള സാധ്യത ചെക്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ നോക്കൂ, വസ്തുതകൾ എത്രത്തോളം പ്രകടമാണ് എന്ന് ഇതിലൂടെ കണ്ടെത്താൻ പറ്റില്ല. അതായത് കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന സവിശേഷതകളുടെ വിവിധ മാനങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസ്താവനകൾ കൊടുത്തിട്ട് ഇവയുണ്ടോ ഇല്ല. നിങ്ങൾ സ്ഥിരമായി സിനിമകൾ കാണാറുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് മലയാള സിനിമയാണോ ഹിന്ദി സിനിമയാണോ ഇംഗ്ലീഷ് സിനിമയാണോ ഇഷ്ടം, അല്ലെങ്കിൽ ഈ സിനിമകൾ കാണാറുണ്ടോ? ഇല്ല. ഈ ടിക്കറ്റായിട്ട് ചെക്ക് ലിസ്റ്റ് കൊടുക്കും. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷെ അവിടെ എത്രത്തോളം നിങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇപ്പം എനിക്ക് സിനിമകൾ ഇഷ്ടമാണ്, എന്തോരം ഇഷ്ടമാണ്, ഏറ്റവും ഇഷ്ടം സിനിമയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലേ. എന്തോരം ഇഷ്ടമാണ് എന്നുള്ളൊരു തീവ്രത അറിയാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ തീവ്രത കൂടി അറിയണമെങ്കിലാണ് നമ്മൾ റേറ്റിംഗ് സ്കെയിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും റേറ്റിംഗ് സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് സിനിമകളുടെ റേറ്റിംഗ് കാണാൻ പറ്റും. അതേപോലെ ബുക്ക് മൈ ഷോയിലൊക്കെ നമ്മുടെ റേറ്റിംഗ് സ്കെയിലുകൾ കാണിക്കുക. എന്തിനാണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയണം 5 സ്കെയിലിൽ 5 സ്റ്റാറിലുള്ള റേറ്റിംഗ് തരണം. അത് നിങ്ങൾ ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ 5ൽ 5 താ. നിങ്ങൾക്ക് ആവറേജ് കുറച്ചെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു 4 താ. നിങ്ങൾക്ക് ഒരു ആവറേജ് ആയിട്ടെങ്കിലും തോന്നുന്നുണ്ട് ഒരു 3 താ. ഒട്ടും കൊള്ളൂല്ലെങ്കിൽ 2 തന്നാൽ മതി. ഇല്ലെങ്കിൽ പോട്ടെ, ഒന്നിനും കൊള്ളൂല്ലെങ്കിൽ 1 തരിക. അപ്പോൾ നമ്മൾ ആ 5ൻ്റെ സ്കെയിലിൽ നിങ്ങൾ മാർക്ക് ഇതിടാറില്ലേ, ഈ പറയുന്ന പോലെ റേറ്റിംഗ് കാണിക്കാറില്ലേ? അത് തന്നെയാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ റേറ്റിംഗ് നിങ്ങൾ ഈ ക്ലാസ് മൊത്തം കണ്ടു കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ 5 സ്റ്റാറിൽ എത്ര സ്റ്റാർ എനിക്ക് ഈ ക്ലാസ്സിന് തരും എന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാണ് റേറ്റിംഗ് സ്കെയിൽ. എത്രത്തോളം തീവ്രമായിട്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതിനെയാണ് റേറ്റിംഗ് സ്കെയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെക്ക് ലിസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായ റേറ്റിംഗ് സ്കെയിലിൽ നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരത്തിൻ്റെ പ്രത്യേകതകൾ എത്ര അളവിലും തീവ്രതയിലും ഉണ്ട് എന്ന് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് അല്ലേ. എത്ര തീവ്രതയിലുണ്ട് എന്ന് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കണം, 3 മുതൽ 11 വരെയുള്ള തലങ്ങളിലെ വിവിധ റേറ്റിംഗ് സ്കെയിലുകളുണ്ട്. അതിൽ ലിക്കഡ് സ്കെയിൽ 5 പോയിന്റ് സ്കെയിലാണ്. 5 സ്റ്റാർ എന്ന് പറയുന്നതിനകത്ത് ലിക്കഡ് സ്കെയിലാണ് 5 സ്റ്റാർ സ്കെയിൽ. എന്നാൽ തേഴ്സ്റ്റൺ സ്കെയിൽ 11 പോയിന്റ്സ് റേറ്റിംഗ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അത് 2-3 പേര് ഓർത്തിരുന്നു. ലിക്കഡ് സ്കെയിലും തേഴ്സ്റ്റൺ സ്കെയിലും 2 സ്കെയിലുകളുണ്ട്. ഇനി കേസ് സ്റ്റഡി എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുള്ള ഒരു മേഖലയാണ്. ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ലഭ്യമായ സ്രോതസ്സുകളിൽ നിന്ന് വിവിധ രീതിയിൽ വിവരങ്ങൾ ശേഖരിച്ച് സമഗ്രമായി പഠിക്കുന്ന രീതിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഒരാളെക്കുറിച്ച് പഠിക്കുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ക്ലിനിക്കൽ സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രം, വൈജ്ഞാനിക മനഃശാസ്ത്രം, തൊഴിൽ മനഃശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെല്ലാം കേസ് സ്റ്റഡി ഫലപ്രദമായി ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു കേസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആഴത്തിൽ പഠിക്കുന്നു. നിങ്ങളുടെ ക്ലാസ്സിലെ പ്രശ്നക്കാരനായ ഒരു കുട്ടിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് ഏറ്റവും നല്ലത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാ, കേറ്ററ്റിൻ്റെ LPUP ഒക്കെ ക്വസ്റ്റിനാ. അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? കേസ് സ്റ്റഡിയാണ് ഏറ്റവും മികച്ചത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക കേസിൻ്റെ ആഴത്തിലുള്ള പഠനത്തിനാണ് ഇവിടെ ഊന്നൽ നൽകുന്നത്. കേസ് സ്റ്റഡിക്കായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി, ഗ്രൂപ്പ്, സ്ഥാപനം അതിസൂക്ഷ്മമായി അപഗ്രഥിക്കപ്പെടുന്നു. ഒട്ടേറെ പഠന രീതികളെ പ്രയോജനപ്പെടുത്തുന്ന കേസ് സ്റ്റഡിക്ക് ഹോളിസ്റ്റിക് സമീപനമാണുള്ളത്. ശരിയായ പ്രശ്ന വിശകലനത്തിൽ നിന്ന് പ്രശ്നപരിഹാരത്തിലേക്ക് എത്താൻ കഴിയുമെന്നത് ഇതിൻ്റെ ഒരു മേന്മയായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിയാഗവേഷണം, ആക്ഷൻ റിസർച്ച്. ഒരു റിസർച്ച് നടത്തുന്ന ഒരു ഗവേഷകൻ്റെ അതേ വൈദഗ്ധ്യത്തോടുകൂടി അതേ കഴിവോടുകൂടി ഒരു ക്ലാസ് റൂമിലെ പെട്ടെന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഒരു അധ്യാപകൻ നടത്തുന്ന സാധനമാണ് ഈ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. സ്റ്റീഫൻ M. കോറിയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ
അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ആക്ഷൻ റിസർച്ചിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കുന്നത് പറഞ്ഞു തരുന്നതും സജീവ പഠന രീതിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും സ്റ്റീഫൻ എം കോറിയാണ്. കുട്ട് ലെവിനാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പറയാറുണ്ട്, അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷേ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ സ്റ്റീഫൻ എം കോറിയാണ്. സാധാരണ നടത്തുന്ന ഗവേഷണങ്ങളുടെ സാങ്കേതികതകളോ വ്യതിചലിക്കാനാവാത്ത നിബന്ധനകളോ ഒന്നും ക്രിയാ ഗവേഷണത്തിൽ ഇല്ല. ഒരു ഗൈഡിൻ്റെ ആവശ്യം ഒരു ഉപദേശകൻ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പ്രശ്നങ്ങളെ മുഖാമുഖം നേരിടുന്ന അധ്യാപകർ അവർക്ക് അടിസ്ഥാനമായിട്ടുള്ള കാരണങ്ങളെ ഗവേഷകൻ്റെ വീക്ഷണഗതിയോടുകൂടി ശാസ്ത്രീയമായി ശേഖരിച്ച് അപഗ്രഥിച്ച് വിലയിരുത്തി നിഗമനങ്ങൾ എത്തുകയും അപ്പോൾ അനുയോജ്യമായ പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന രീതിയാണ് ആക്ഷൻ റിസർച്ച്. എന്താണ് പ്രശ്നമെന്ന് പഠിച്ച് അതിന് സൊല്യൂഷൻ കണ്ടെത്തും ക്ലാസ് മുറിയിൽ. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഞാൻ ചോക്ക് ആൻഡ് ബോർഡ് ഉപയോഗിക്കുന്നു, അവരിലേക്ക് അത് നന്നായിട്ട് എത്തുന്നില്ല, അവർക്ക് മനസ്സിലാകാത്ത അതുകൊണ്ടാണോ എന്ന് പഠിക്കാനായിട്ട് ഞാനൊരു പഠനം നടത്തുന്നു. ചോക്ക് ആൻഡ് ബോർഡ് മാറ്റി വൈറ്റ് ബോർഡ് മാറ്റി ഡിജിറ്റൽ ബോർഡൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താണ് മാറ്റം എന്ന് പഠിക്കുന്നു. അപ്പോൾ വൈറ്റ് ബോർഡാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഇപ്പോൾ ഡിജിറ്റൽ ബോർഡ് ഉപയോഗിച്ചാൽ കുറച്ചുകൂടി കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന കൺക്ലൂഷനിലേക്ക് ഞാൻ എത്തും, പരിഹാരത്തിലേക്ക് ഞാൻ എത്തുന്നു. ആക്ഷൻ റിസർച്ചിന് എക്സാമ്പിളാണ്. ഈ രീതിയിൽ ആക്ഷൻ റിസർച്ചും കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. താഴെ തന്നിരിക്കുന്നതിൽ ഏത് മനഃശാസ്ത്ര ഉപാധിയാണ് ജെ.എൽ. മൊറീനോ വികസിപ്പിച്ചത്? കൂടുതലൊന്നും പറയണ്ടല്ലോ, ഉത്തരത്തിലേക്ക് എത്തുമല്ലോ. ഓപ്ഷൻ ഡി ജെ.എൽ. മൊറീനോ സാമൂഹിക ബന്ധ പരിശോധനകൾ. കണ്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ സോഷ്യോഗ്രാമിൽ കൂടുതൽ വ്യക്തികളാൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആരാണ്? ദ്വന്ദ്ങ്ങൾ, താരങ്ങൾ, ക്ലിക്കുകൾ, ഗ്യാങ്ങുകൾ, ഏകാകികൾ. ആരാണത്? താരങ്ങളാണ്, സ്റ്റാർസ് ആണ് ഏറ്റവും കൂടുതൽ പേരാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. കണ്ടതാണല്ലോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു പ്രക്ഷേപണ രീതി പ്രൊജക്റ്റീവ് ടെക്നിക്കിന് ഉദാഹരണം ഏത്? തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, റോഷാക്ക് മഷിവെപ്പ് പരീക്ഷ, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഇവയെല്ലാം വരുന്നുണ്ടല്ലോ, കണ്ടതല്ലേ. ഇനിയുണ്ടല്ലോ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, എക്സ്ട്രാ ആയിട്ട് അതിനകത്ത് വരുന്നതല്ലേ, നമ്മൾ കണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളിൽ ഉണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങളും സവിശേഷ സംഭവങ്ങളും രേഖപ്പെടുത്തി വയ്ക്കുന്ന റെക്കോർഡ്. ഉപാഖ്യാന രേഖ, സഞ്ചിത രേഖ, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയില്. ഏതാണ്? തീർച്ചയായിട്ടും അത് ഉപാഖ്യാന രേഖയാണ്, അനക്ഡോട്ടൽ റെക്കോർഡാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. തേഴ്സ്റ്റൺ സ്കെയിൽ ഒരു 11 പോയിന്റ് സ്കെയിലാണ്, 5 പോയിന്റ് സ്കെയിലാണ്, 6 പോയിന്റ് സ്കെയിലാണ്, 9 പോയിന്റ് സ്കെയിലാണ്. നമ്മൾ കണ്ടതാ തേഴ്സ്റ്റൺ സ്കെയിൽ അല്ലേ, 11 ആണ്. ലിക്കറ്റ് സ്കെയിൽ 5 പോയിന്റ് ആണെന്ന് കണ്ടതാണ്, നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ്സ് ആണ്. ഒരു പ്രത്യേക കേസിന്റെ ആഴത്തിലുള്ള പഠനത്തിനാണ് ഡാഷ് ഊന്നൽ നൽകുന്നത്. ഓൾറെഡി പഠിച്ചല്ലോ. എന്താ അത്? ക്രിയാഗവേഷണമാണോ, സഞ്ചിത രേഖയാണോ, ചെക്ക് ലിസ്റ്റ് ആണോ? ഒന്നുമല്ല. പിന്നെ ഏതാ? കേസിന്റെ ആഴത്തിൽ കേസ് സ്റ്റഡിയാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം നോക്കൂ. ക്രിയാഗവേഷണ രീതിയുടെ ആക്ഷൻ റിസർച്ചിൻ്റെ ആവിഷ്കരിച്ചത് അറ്റ്ലർ, യുങ്, ഫ്രോയിഡ്, സ്റ്റീഫൻ എം കോറി. സ്റ്റീഫൻ എം കോറി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എക്സ്ട്രാ. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഏരിയ ആണ് കേട്ടോ. വളരെ വിശദമായിട്ട് സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട മെത്തേഡുകളെ കുറിച്ച് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.